മതികെട്ടാൻചോല ദേശീയോദ്യാനത്തിന് സമീപം ഏക്കർ കണക്കിന് സർക്കാർ ഭൂമി കയ്യേറി സ്വകാര്യ വ്യക്തികൾക്ക് വിൽപ്പന നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ റവന്യൂ മന്ത്രിക്ക് പരാതി. മുട്ടുകാട് സ്വദേശി സഹായദാസിനെതിരെയാണ് ചെമ്മണ്ണാർ സ്വദേശി പരാതി നൽകിയത്. 20 ഏക്കറോളം ഭൂമി പാട്ടത്തിന് നൽകി വഞ്ചിച്ചെന്നാണ് ആരോപണം. 2024 ഏപ്രിൽ മാസത്തിലാണ് സഹായദാസും കുടുംബാംഗങ്ങളും ചേർന്ന് ചെമ്മണ്ണാർ സ്വദേശി ടോമിയുടെ പേരിൽ വസ്തു കൈമാറ്റ കരാർ ചുമച്ചത്. 20 ഏക്കർ ഭൂമി 55 ലക്ഷം രൂപയ്ക്ക് വാങ്ങാമെന്ന വ്യവസ്ഥയിൽ ടോമി 4 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങി. ബാക്കി തുകയിൽ 6 ലക്ഷം രൂപ 2024 മെയ് 15-നും 45 ലക്ഷം രൂപ കഴിഞ്ഞ മാർച്ച് 30-നും നൽകാമെന്ന വ്യവസ്ഥയിലാണ് കരാറിൽ ഏർപ്പെട്ടത്. ഈ ഭൂമിക്ക് മറ്റ് അവകാശികളില്ലെന്നും സർക്കാർ അധീനതയിൽ ഉള്ളതല്ലെന്നും കരാറിൽ വ്യക്തമാക്കിയിരുന്നു. ഇതനുസരിച്ച് ടോമി ബാക്കി തുകയിൽ 6 ലക്ഷം രൂപ സഹായദാസിന് കൈമാറി. ബാക്കി നൽകാനുള്ള 45 ലക്ഷം രൂപ നൽകുന്നതിന് മുൻപ് ഭൂമിയുടെ നിജസ്ഥിതി പരിശോധിക്കുന്നതിന് ശാന്തൻപാറ വില്ലേജ് ഓഫീസിൽ അന്വേഷിച്ചപ്പോഴാണ് ഈ ഭൂമി സർക്കാർ റിസർവ് ഭൂമിയാണെന്ന് വ്യക്തമായതെന്ന് ടോമി പറയുന്നു. ഈ സ്ഥലം എന്നെ കാണിച്ചു തന്നത് പുള്ളിയുടെ കൈവശത്തിലുള്ള ഭൂമിയാണെന്നും പറഞ്ഞ് എന്നെ കാണിച്ചു തന്നു. അത് 20 ഏക്കർ സ്ഥലം എന്നെ കാണിച്ചു തന്ന ഭൂമി മാത്രമുണ്ട്. ബാക്കി ഒരു 45 ഏക്കർ സ്ഥലവും കൂടെ പുള്ളിയുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇത് ചേട്ടൻ്റെ സ്ഥലമാണോ എന്ന് ചോദിച്ചു. ഇതെന്റെ പരിപൂർണ അവകാശത്തിലുള്ളതാണ്, മറ്റാർക്കും അവകാശമില്ല, വനഭൂമിയിൽപ്പെട്ടതാണോ എന്ന് ചോദിച്ചു. അല്ല എന്ന് പറഞ്ഞു. ഇത് പട്ടയ നടപടിയിൽ ഇരിക്കുന്നതാണെന്നും എന്നോട് പറഞ്ഞു. അതനുസരിച്ച് പട്ടയ നടപടിയിൽ ഇരിക്കുന്നതാണെന്നും പറഞ്ഞ് എനിക്ക് അത് എഴുതി തരികയും ചെയ്തു. അത് കഴിഞ്ഞ് ബാക്കി പൈസ ഞാൻ കൊടുത്തത് ആദ്യമേ കൊടുത്തത് 10 ലക്ഷം രൂപയാണ്. ബാക്കി പൈസ കൊടുക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസിൽ ഒന്ന് അന്വേഷിക്കാമെന്ന് വെച്ചു. വില്ലേജ് ഓഫീസിൽ ചെന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് വില്ലേജ് ഓഫീസറാണ് പറയുന്നത് ഇത് സർക്കാർ റിസർവ് ചെയ്തിരിക്കുന്ന ഭൂമിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ചേട്ടാ എനിക്ക് ഇത് ഭൂമി വേണ്ട, എൻ്റെ തന്ന പൈസ ഒന്ന് തരാൻ പറഞ്ഞു. ആ പൈസ തരികയില്ല, ബാക്കി പൈസയും കൂടെ വേണമെന്നും പറഞ്ഞ് എന്നോട് ആവശ്യപ്പെട്ടു. അപ്പോൾ എനിക്ക് പൈസ കൊടുക്കാൻ മാർഗമില്ലാതെ വന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയത്. ഈ ഭൂമിയുടെ സ്കെച്ചും പ്ലാനും ഭൂനികുതി രജിസ്റ്ററും ലഭിച്ചപ്പോഴാണ് താൻ കബളിപ്പിക്കപ്പെട്ട വിവരം ടോമി തിരിച്ചറിയുന്നത്. ഇത് താലൂക്ക് ഓഫീസിലും വില്ലേജ് ഓഫീസിലും പരാതി കൊടുത്തു. കളക്ടർക്കും RDOയ്ക്കും വകുപ്പ് മന്ത്രിക്കും പരാതി ഇതിന്റെ ഒരു കോപ്പി അയക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രധാന ആവശ്യം ഇനിയും എന്നെപ്പോലൊരാൾ അവിടെ പോയി ഇതുപോലുള്ള ഭൂമി മേടിക്കുകയോ അതിനകത്ത് വഞ്ചിക്കപ്പെടുകയോ ചെയ്യാതിരിക്കണം. ഇതിന് സാധ്യതയേറെയാണ്. പുള്ളി ഈ സൈഡിലുള്ള സ്ഥലങ്ങളെല്ലാം തെളിച്ചു പണിയുന്നു, ആൾക്കാരെ കൊണ്ടുപോകുന്നു, കാണിക്കുന്നു, ഇത് വിൽപ്പനയ്ക്കുള്ളതാണ്, നല്ല സ്ഥലമാണ് എന്ന് പറഞ്ഞ് കാണിച്ച് പുള്ളി വിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 60 ഏക്കറിലധികം സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾ കയ്യേറി ഏലം കൃഷി ചെയ്യുന്നുണ്ടെന്നാണ് വിവരം. ഇതിൽ ഭൂരിഭാഗവും പാട്ടത്തിന് നൽകിയിരിക്കുന്നതാണ്.